സ്കോക്ക് ഫിലിപ്സ് എന്തോ വലമുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഈ സിനിമ വളരെ മിനിമൽ ആൻഡ് ബ്യൂട്ടിഫുൾ, അങ്ങനെയാണ് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഞാൻ ഞെട്ടി. അല്ല, നല്ല സിനിമ ആയതുകൊണ്ടാണ് കേട്ടോ. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ വിടത്തില്ല. പണി അറിയാവുന്ന ആളുകൾക്ക് വലിയ ക്യാൻവാസും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് ബജറ്റും കാര്യങ്ങളൊന്നും വേണ്ട. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇതിലെടുത്ത് പറയേണ്ടത് പെർഫോമൻസസ്. മുകേഷിനെ പോലുള്ള ഒരു ആക്ടർ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? മുകേഷ് ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെ സിമ്പിളാണെന്ന് തോന്നും. അദ്ദേഹം അത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സും ചെയ്യുക. ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം. പക്ഷെ അത് വേറെ ഒരാൾ ചെയ്യുമ്പോഴാണ് മുകേഷ് ചെയ്തത് എത്രമാത്രം നാച്ചുറൽ ആയിട്ടാണ്, എത്രമാത്രം ഭീകരമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് മുകേഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. മുകേഷ് ഇങ്ങനെ ത്രൂ ഔട്ട് ഒരുപാട് ഇമോഷൻസ് കൂടെ പോകുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ഇവല്യൂഷൻ മൊത്തം മുകേഷ് ഗംഭീരമായിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ വലിയവനാടാ. അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ അത് എടുത്തു പറഞ്ഞേനെ. അതെ അതെ, അപ്പൊ എടുത്തു പറയാത്ത സ്ഥിതിക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ 100% സത്യം. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മാധവ. സോ ഒരു അർബൻ ഫാമിലി ലൈഫിൽ കൂടെ അതിലെ കഥാപാത്രങ്ങളിലൂടെ അവരുടെ ഇമോഷൻസിൽ കൂടെ കടന്ന് അവരുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഫിലിപ്സ്. മോനെ മാത്യുസേ.